പേട്രിയറ്റിന്റെ ആദ്യ ഷോ പൂർത്തിയായതിനു പിന്നാലെ മികച്ച പ്രേക്ഷക പ്രശംസ. ചിത്രം ക്ലാസും മാസും എന്ന് പ്രേക്ഷകർ പറയുന്നു. ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഒരുമിച്ച് കാണുന്നതിൽ സന്തോഷമെന്നും പ്രേക്ഷകർ പറയുന്നു. വനിതാ തിയേറ്ററിൽ നിന്നും സൈഫുനിസ അലിയാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മലയാളത്തിന്റെ സ്വന്തം ബ്രഹ്മാണ്ഡ ചിത്രമായ പേട്രിയറ്റിനെ വലിയ ആവേശത്തോടെയാണ് സിനിമാ പ്രേമികളും താരങ്ങളുടെ ആരാധകരും സ്വീകരിച്ചത്. ലോകത്താകമാനമായി ഇന്ന് രാവിലെ 9:15 സിനിമയുടെ ആദ്യ ഷോ നടന്നത്. മമ്മൂട്ടി ദുബായിൽ നിന്നും ഒപ്പം തന്നെ മോഹൻലാൽ ന്യൂയോർക്കിൽ നിന്നും കുഞ്ചാക്കോ ബോബൻ ബംഗളൂരുവിൽ നിന്നും സിനിമ കണ്ടപ്പോൾ സിനിമയുടെ സംവിധായകനായ മഹേഷ് നാരായണൻ എടപ്പള്ളി വനിതാ തിയേറ്ററിലെത്തിയാണ് ചിത്രം കണ്ടത്. ആന്റണി പെരുമ്പാവൂരടക്കമുള്ളവർ എറണാകുളം കവിതാ തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടു. നല്ല സിനിമ എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി ബ്രില്യൻറ്റ് സിനിമ, കാലികമായ പ്രസക്തിയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം. നല്ലായിരുന്നു. എല്ലാവരും, ചേട്ടൻ മാത്രമല്ല, എല്ലാവരും നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കാണണം. ഇത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. വളരെ നന്നായിട്ടുണ്ട്. അത്രയും നാളുകൾക്ക് ശേഷം അവരെ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങനെ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ പടം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു 2020 പരിപാടിയൊന്നുമല്ല. ഒരു മഹേഷ് നാരായണൻ പടമാണ്. ഇത് ഒരു ഭയങ്കരമായ മാസമുണ്ട്, പക്ഷേ എങ്കിൽ പോലും ഒരു ഭയങ്കരമായ മാസം എന്ന രീതിയിൽ ഇതിനെ കൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങളിതൊരു മഹേഷ് നാരായണ കുറേ മെസ്സേജുകളുണ്ട്. വലിയ ഒരു അഭിപ്രായവും ഒപ്പം തന്നെ ഏറ്റെടുപ്പുമാണ് സിനിമയ്ക്ക് ആദ്യ ദിവസം ലഭിച്ചിരിക്കുന്നത്. കാരണം ആദ്യ ഒരു ഹാഫ് വരെ മമ്മൂട്ടിയുടെ ഒരു വലിയ പ്രകടനം, മമ്മൂട്ടിയുടെ പ്രകടനവും സുഷിശ്യാമിൻ്റെ സംഗീതവും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫസ്റ്റ് ഹാഫാണ് എന്നാണ് പ്രേക്ഷക പ്രതികരണത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ മോഹൻലാലിൻ്റെ കൂടി ഒരു എൻട്രി വരുന്നതോടുകൂടി ആ സിനിമ വേറൊരു ലെവലിലേക്ക് എത്തി എന്നുള്ളതും ഈ സിനിമ കണ്ടിറങ്ങിയെന്ന് ആളുകൾ പറയുന്നു. എന്തായാലും ആദ്യത്തെ ദിവസം തന്നെ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ വേൾഡ് വൈഡ് നേടും എന്നുള്ളതാണ് അണിയറ പ്രവർത്തകരുടെയും ഒരു വിശ്വാസമുള്ളത്. കഴിഞ്ഞ 2 വർഷമായി സിനിമയുടെ ഒരു പിന്നണിയിലായിരുന്നു ഇതിൻ്റെ എല്ലാ പ്രവർത്തകരും ഉണ്ടായിരുന്നത്. അതിനിടയ്ക്ക് പലവിധ പ്രതിസന്ധികളെയും തരണം ചെയ്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തത്. അത് എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ആദ്യത്തെ ദിവസം ഗ്രോസ് കളക്ഷൻ ഒരു 30 കോടിക്ക് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ലോകത്താകമാനം ഇന്ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി മോഹൻലാൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 18 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഇരുവരും ഒന്നിച്ചുള്ളൊരു സിനിമ വരുന്നത്. ഹരികൃഷ്ണൻസ് ആണെങ്കിലും 2020 ആണെങ്കിലും അതിനുശേഷമുള്ളൊരു സിനിമയാണ്. ആ രീതിയിൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒരുമിച്ചുള്ളൊരു പ്രകടനം വലിയ സ്ക്രീനിൽ കാണാനാകുന്നു എന്നതിനൊപ്പം തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ യുവ താരനിര അണിനിരക്കുന്ന നയൻതാര, രേവതി തുടങ്ങി സ്ത്രീ കഥാപാത്രങ്ങളെ ശക്തമായി അവതരിപ്പിച്ച നടിമാരും സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് ആരാധകരെ പിടിച്ചിരുത്തുന്ന ഘടകം. എന്തായാലും മഹേഷ് നാരായണൻ ഈ സിനിമയ്ക്കായി വലിയ രീതിയിൽ ഒരു പ്രയത്നം നടത്തിയിട്ടുണ്ട്. ആ പ്രയത്നത്തിന്റെ മുഴുവൻ ഫലവും ഇന്ന് സ്ക്രീനിൽ കാണാനായി എന്നുള്ളതാണ് സിനിമയുടെ ആദ്യ ദിവസം ലഭിക്കുന്ന റിപ്പോർട്ടുകൾ.